അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ ശ്രോതാക്കളെ, നബിയോടൊപ്പം എന്ന പോഡ്കാസ്റ്റിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മോടൊപ്പം ഇന്ന് പങ്കുചേരുന്നത് മുഹ്സിൻ വളവട്ടണവും അതുപോലെ തന്നെ മുഹമ്മദ് ബാദിഷയുമാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരുന്നതിന് മുമ്പ് അഥവാ പ്രവാചകത്വത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു ആ മക്ക നിവാസികളുടെ ജീവിതം എന്നുള്ളത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ കടന്നു വരുന്നതിന് മുമ്പുള്ള മക്ക എന്ന് പറയുന്നത് തോന്നിവാസങ്ങൾ കൊണ്ട് കൊണ്ടാടിയ ഒരു മക്കയായിരുന്നു. അന്നത്തെ മക്ക നിവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നുവോ അത് ചെയ്യാൻ അവർ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. ചരിത്രത്തിൽ നമുക്ക് കാണാം, ഒരു കാരണവുമില്ലാതെ ഒരുവനെ കൊന്നു തള്ളുക എന്ന് പറയുന്നത് പോലും അവരിലുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്ന മറ്റു സംഗതി, അവരുടെ വീടുകളെ അവർ വ്യഭിചാരത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. നിങ്ങൾക്ക് ഇങ്ങോട്ട് കടന്നു വന്നാൽ വ്യഭിചാരം ലഭിക്കുമെന്നുള്ള ബോർഡുകൾ അവരുടെ വീടുകളിൽ തൂക്കി ഇട്ടിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ആ തരത്തിൽ ഒരു അധപ്പതനത്തിലായിരുന്നു അവർ കഴിഞ്ഞിരുന്നത്. അവിടേക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ കടന്നു വരുന്നത്. ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്നത് വെറും ഒന്നോ രണ്ടോ ദുഷ്പ്രവൃത്തികൾ ഉണ്ടായ കാലഘട്ടമല്ല, മറിച്ച് പലതരത്തിലുള്ള മോശം കാര്യങ്ങൾ കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരു കൂട്ടരെയാണ് ജാഹിലിയ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ വിഷയത്തിൽ നമ്മളൊന്ന് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ, നമ്മൾ ആ സ്ത്രീകളെ വ്യഭിചാരത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതിലുള്ളത് ഓരോ വീടിൻ്റെ മുമ്പിൽ ബോർഡ് വെച്ചിരുന്നു എന്നാണ്, ഇവിടെ ഇന്ന രീതിയിലുള്ള സ്ത്രീകൾ വസിച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ അത്രയും അധപ്പതനത്തിലായിരുന്നു ജാഹിലിയത്തിലെ അറബികളുടെ വാസം. അവർ ജീവിച്ചുകൊണ്ടിരുന്നത് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു തലമുറയല്ല പല തലമുറകൾ നീണ്ടുന്ന യുദ്ധത്തിലാണ്. അത് യുദ്ധക്കൊതിയന്മാരായിരുന്നു അന്ന് അവിടെ ജീവിച്ചിരുന്നത്. അങ്ങനെ ഒരു സമുദായത്തിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അത് അക്ഷരജ്ഞാനമില്ലാത്ത, എന്നാൽ അറബി സാഹിത്യത്തിൽ അന്ന് ഏറ്റവും കൊടികൊറ്റിയ ആൾക്കാരായിരുന്നു അന്ന് അവിടെ ജീവിച്ചിരുന്നവർ. അവിടെ നമ്മളിപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പുള്ളൊരു കാലഘട്ടം പറയുകയാണെങ്കിൽ, അവരവരുടെ കുട്ടികളെ തനിക്ക് ജനിച്ചത് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞാൽ ആ കുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടുന്നൊരു സമ്പ്രദായം അന്ന് നിലനിന്നിരുന്നു. അതിപ്പോൾ ഒരു സ്ത്രീക്ക് പെൺകുട്ടിയാണ് ജനിച്ചതെന്ന് അറിഞ്ഞാൽ അവരുടെ മുഖത്തിൻ്റെ ഭാവങ്ങൾ മാറും, മുഖം ചുവന്ന് തുടിക്കും ദേഷ്യം കൊണ്ട്. അത് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ്, നിങ്ങൾ കുട്ടികളെ കൊല്ലരുതെന്നാണ്, ഖശിയത ഇംലാഖ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത് നിങ്ങൾക്കും അവർക്കും റിസ്ക് നൽകുന്നത്, ദാരിദ്ര്യഭയത്താൽ നിങ്ങൾ കുട്ടികളെ കൊല്ലരുത്, നിങ്ങൾക്കും അവർക്കും റിസ്ക് നൽകുന്നത് നാമാണ് എന്നുള്ളതാണ് അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞു വെക്കുന്നത്. ആ വിഷയത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്, ഒരു വാപ്പാക്ക് ഒരു കുട്ടി പിറക്കുമ്പോൾ അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ പോലും ഭയമായിരുന്നു. കാരണം ചുറ്റുമുള്ളവർ ഒരു പെൺകുട്ടിയുടെ വാപ്പ എന്ന് പറയുമ്പോൾ അതൊരു അപമാനമായി കൊണ്ട് നടന്നവരായിരുന്നു അവരെന്ന് പറയുന്നത്. അതിൻ്റെ പേരിൽ പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയ സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ജാഹിലിയ കാലഘട്ടത്തിൽ അവരുടെ സ്വഭാവത്തിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി എന്തായിരുന്നു അവരുടെ വിശ്വാസ കാര്യങ്ങൾ, അഥവാ അവർ അനുഷ്ഠിച്ചു പോന്നിരുന്ന ആചാരങ്ങൾ എന്തൊക്കെയായിരുന്നു? അവരുടെ ജാഹിലിയത്തിലെ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, അവർ തികച്ചും ഏകദൈവാരാധനയിൽ നിന്ന് മാറി അവർ പറഞ്ഞു വരുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ ഒരു ഇതാണ് പറഞ്ഞു വരുന്നതെങ്കിലും അവരതിൽ നിന്നൊക്കെ മാറി ലാത്തയെയും ഉസ്സയെയും മനാത്തയൊക്കെ ഒരു ഇടയാളന്മാർ എന്നവർ പറയുകയും എന്നിട്ട് അവരോട് തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ കണ്ടുവരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം അജഅല ലാ അലിഹത്ത ഇലാഹൻ വാഹിദ,
എല്ലാ ആരാധ്യന്മാരെയും കൂടി ഒരാളാക്കുക, ഒന്നിലേക്ക് കൊണ്ടുവരികയാണോ എന്നുള്ള രീതിയിലാണ്, ആ ഒരു രീതിയിലേക്കാണ് അവർ വന്നത്. അവരുടെ ചോദ്യം ആ ഒരു ഇതിലായിരുന്നു, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ. അവർക്ക് എപ്പോഴും പ്രശ്നമുണ്ടായത് ഒന്നിലേക്ക് ഒതുങ്ങുക എന്നുള്ളതാണ്. തൗഹീദാണ് അവരെ എന്ത് ചെയ്തത്, അവർക്ക് അതാണ് ഉൾക്കൊള്ളാൻ കഴിയാത്തത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അവർ പറഞ്ഞത്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരുമില്ല എന്ന് പറയാതെ, മറിച്ച് നമ്മുടെ മറ്റ് ആരാധ്യന്മാരെയും നീ അംഗീകരിക്കുക, അള്ളാഹു മാത്രമാണ് എന്നുള്ളതിലേക്ക് എന്ത് ചെയ്യരുത്, അത് മാത്രം നീ ഒന്ന് പറയാതിരുന്നാൽ മതി. ആ തൗഹീദാണ് എന്ത് ചെയ്തത് അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് പരിശോധിച്ചാൽ അതല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ ചോദിക്കൂ, അള്ളാഹുവിനോട് നിങ്ങൾ തേടൂ, അള്ളാഹുവിനോട് തേടി നിങ്ങൾ നേടിയെടുക്കൂ എന്നുള്ളതിൽ നിന്ന് മാറി അള്ളാഹുവിനോട് തേടുന്നതിനേക്കാൾ ഞാൻ ഇന്ന് മറ്റു പലതിനോടുമാണ് തേടേണ്ടത് എന്ന് എന്ത് ചെയ്തു, അവർ വിശ്വസിച്ചു. പിന്നീട് അവർക്ക് ഏറ്റവും അപകടകരമായ ഒന്നുണ്ടായത് എന്താണ്, അവർ ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ നമുക്ക് കാണാം, വമാ നഹ്നു ബിമബ്ഊസീൻ, അവർ ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്നവർ കരുതിയിരുന്നു. അങ്ങനെയാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഈ ജീവിതം എൻ്റെ ഇച്ഛകൾക്ക് എന്ത് തോന്നുമോ അതുപോലെ ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, അങ്ങനെ ഒരു മരണത്തോടെ അങ്ങ് അവസാനിക്കുക എന്നുള്ളതായിരുന്നു അവരെന്ത് ചെയ്തത്, മനസ്സിലാക്കിയത്, വിശ്വസിച്ചത് എന്നുള്ളതാണ് ആ വിഷയത്തിൽ ഏറ്റവും വലിയ ഗൗരവമായ ഒരു വിഷയമെന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയത്തിലല്ല മറിച്ച് ഉലൂഹിയത്തിൽ വിശ്വസിക്കുന്നതിലായിരുന്നു അവർക്ക് കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നത്. അപ്പോൾ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പിഴച്ച സമൂഹത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം എന്തായിരുന്നു ആ ഒരു അറബികൾക്കിടയിലുണ്ടായ മാറ്റം? ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഖൻസ എന്ന് പറഞ്ഞൊരു കവിയത്രിയുണ്ട്, ഒരു ഷായറയുണ്ട്. അവരുടെ സഹോദരൻ മരണപ്പെട്ടതിൻ്റെ പേരിൽ ജാഹിലിയ കാലഘട്ടത്തിൽ വർഷങ്ങളോളം വിഷമിച്ച് ദുഃഖിച്ച് ആ പേരിൽ കുറേ കവിതകൾ എഴുതിയ ഒരാളായിരുന്നു. പിന്നീട് ഇസ്ലാം കടന്നു വന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു, ഇസ്ലാം അവരിലേക്കെത്തി. അങ്ങനെ ഖൻസ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് ചരിത്രത്തിൽ. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഖൻസാഇൻ്റെ 2 മക്കളെ മരണപ്പെട്ടു പോവുകയാണ്, 2 മക്കളെ നഷ്ടപ്പെടുകയാണ്. സഹോദരൻ മരിച്ചതിൻ്റെ പേരിൽ വർഷങ്ങളോളം വിഷമിച്ച ദുഃഖിച്ച ആ ഷായർക്ക്, ആ കവിയത്രിക്ക് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം 2 മക്കളെ നഷ്ടപ്പെട്ടു. ആ 2 മക്കളെ നഷ്ടപ്പെട്ടപ്പോഴും ഖൻസാ പറഞ്ഞത് അൽഹംദുലില്ലാ എന്നായിരുന്നു. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന മാറ്റം എന്ന് പറയുന്നത്. അവരെല്ലാത്തിലും അള്ളാഹുവിനെ സ്തുതിക്കാൻ ആരംഭിച്ചു. എല്ലാം അള്ളാഹു നൽകിയതാണ് എന്നുള്ള ബോധം അവരിലേക്ക് കടന്നു വന്നു. അപ്പോഴാണ് അവരുടെ കൈകളും അവരുടെ കാലുകളും അവരുടെ ശരീരവും എല്ലാം അള്ളാഹുവിന് വേണ്ടി നൽകാൻ അവർ തയ്യാറായത്. യുദ്ധത്തിന് പോയ ചരിത്രങ്ങൾ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. ഒരു യുദ്ധം കഴിഞ്ഞ് മറ്റൊരു യുദ്ധത്തിലേക്ക് വിളിക്കുമ്പോൾ അറ്റുപോയ കൈ അത് മറ്റ് കൈ കൊണ്ട്, അടുത്തുള്ള കൈ കൊണ്ട് വലിച്ച് പറിച്ചു കളഞ്ഞ് യുദ്ധത്തിലേക്ക് പോയ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അത്രയും അർപ്പണബോധം അവർക്ക് വന്നു എന്നുള്ളതാണ് നമുക്ക് മാറ്റങ്ങളെപ്പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാനുള്ളത്. ഇതിൻ്റെ തുടക്കത്തിൽ നമ്മളൊന്ന് ആഡ് ഓൺ ചെയ്യണം. ഇതിൻ്റെ തുടക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷത്തോളം അൽ അമീനായി ജീവിച്ചിട്ട് 40ാമത്തെ വയസ്സിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നത്. അതുവരെ ഒരു കളവോ അല്ലെങ്കിൽ ഒരു തമാശയ്ക്ക് പോലും ഒരാളോട് പോലും നമ്മളിപ്പോൾ ഒരാളെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റിക്കാം, കളിയാക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയൊരു സംസാരം പോലും റസൂലുള്ളാഹിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനൊരു ജീവിത ശൈലിയിലാണ് റസൂലുള്ള വന്നത്. അതുകൊണ്ടാണല്ലോ അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ വിശേഷപ്പെടുത്തുന്നത്. 40 വയസ്സ് വരെ അൽ അമീനായി, എന്നാൽ തൗഹീദ് പറഞ്ഞപ്പോൾ കദ്ദാബായി, കള്ളനായി. നമ്മളൊന്ന് ആലോചിക്കണം. നമ്മളൊരാൾ തമാശക്ക് കദ്ദാബ്, കള്ളൻ എന്ന് വിളിച്ചാൽ നമുക്കുണ്ടാകുന്നൊരു വേദനയുണ്ട്. അപ്പോൾ അത്രയും സത്യസന്ധമായ, ഒരാളെയും വേദനിപ്പിക്കാത്ത, ഒരാളെയും ബുദ്ധിമുട്ടിപ്പിക്കാത്ത അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരിൽ
പലരും എന്ത് ചെയ്തു? അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പിന്നീട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് ഒരു വലിയൊരു സമൂഹത്തെ ഖൈറു ഉമ്മത്തിനെ പടുത്തുയർത്തുന്നത് എന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദ് ആദ്യമായിട്ട് പറഞ്ഞു വന്നപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ട് അബൂലഹബ് പറഞ്ഞതുണ്ട്, തബ്ബല്ലക്, നിനക്ക് നാശം എന്ന്. അല്ലാഹു തആല ഖുർആനിൽ തന്നെ അബൂലഹബിനെ പേരെടുത്തുകൊണ്ട് വിമർശിച്ചു, ഒരു സൂറത്ത് തന്നെ ഇറക്കി. അപ്പോൾ നമ്മൾ അത്രയും നമ്മൾ ഗൗരവത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നബിയുടെ ചരിത്രവും നമ്മൾ ഇത് പഠിച്ചു വരുമ്പോൾ നമ്മളിത് പഠിച്ച് മനസ്സിലാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവവും റസൂലുള്ളാഹിൻ്റെ നടത്തവും കാര്യങ്ങളൊക്കെ ജീവിതശൈലിയൊക്കെ പഠിക്കുന്നത് എന്തിനാണ്? നമ്മുടെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളും ഖൈറ ഉമ്മാവും. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ ചരിത്രം മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമയായിരുന്നു അറബികളുടെ പരിവർത്തനത്തിന് കാരണമായത്. പ്രിയപ്പെട്ടവരെ, അതിന് വേണ്ടിയിട്ടാണ്, റസൂലിൻ്റെ സ്വഭാവം പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റസൂലിൻ്റെ ചരിത്രം, നബി ചരിത്രം പഠിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലുപരി ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ അന അഖ്തതിമു കലാമി ബിഹാദാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുബാറകുൻ സൗജഹാ ജാഅത് അലാ ദുറാരി زوج النقائب